Hi everyone, welcome to Commerce World. Calicut University 3rd semester MCOM ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന സബ്ജക്റ്റിത്തെ നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതായത് നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഫോർത്ത് മൊഡ്യൂൾ ആണ്. ഫോർത്ത് മൊഡ്യൂളിലത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ഫോർത്ത് മൊഡ്യൂൾ നിങ്ങൾക്ക് വരുന്നതാണ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മ്യൂച്വൽ ഫണ്ട്സ്, ദെൻ പെൻഷൻ ഫണ്ട്, ദെൻ ഇൻഷുറൻസ് കമ്പനീസ് എന്നുള്ളതൊക്കെയാണ് വരുന്നത്. ഓക്കെ, സോ ആദ്യം വരുന്നതാണ് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് ജസ്റ്റ് അത് എന്താണ് എന്നുള്ളത് നോക്കുക. ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി പോയാൽ മതി. ഓക്കെ, അതിന്റെ ഫംഗ്ഷൻസ് പറയുന്നുണ്ട്, അതൊക്കെ ജസ്റ്റ് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, ദെൻ ഇതിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നതാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IFCI എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഫംഗ്ഷൻസ് പറയുന്നുണ്ട്, അതെന്താണെന്ന് നോക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നബാർഡ്. നബാർഡിന്റെ ഒബ്ജക്റ്റീവ്സും നബാർഡിന്റെ ഫംഗ്ഷൻസ് പറയുന്നുണ്ട്, അത് നോക്കുക. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നതാണ് നബാർഡ് കഴിഞ്ഞതിന് ശേഷം സിഡ്ബിയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, റോൾ എന്താണ്, ഫങ്ഷൻസ് എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിൽ വരുന്നതാണ് IRBI പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ മുദ്ര ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ അതേപോലെ തന്നെ IIBI എന്താണെന്നുള്ളത് ഇത് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, IIBIയുടെ ഫംഗ്ഷൻസ് പറയുന്നുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് SFC സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സും അതിന്റെ ഫംഗ്ഷൻസും നോക്കുക. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നതാണ്. അതിന് മുന്നിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ തന്നെ എക്സിം ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, DFI എന്താണ്, ദെൻ അതേപോലെ തന്നെ UTI എന്താണ്, ഇതൊക്കെ എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ബുക്ക് ബാക്കിത്തെ ക്വസ്റ്റ്യൻസ്, അതായത് ചാപ്റ്റർ ബാക്കിത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ട് നോക്കുക. വൈഡർ ആയിട്ടുള്ള ഒരു ബുക്കാണ്. സോ നിങ്ങൾക്ക് ഇതിൽ എല്ലാ കൺസെപ്റ്റും നിങ്ങൾ പഠിച്ചിട്ട് പോയി എക്സാം എഴുതുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അവിടെ എക്സാമിന് പോയിട്ട് ഇതെല്ലാം ഓർമ്മ വരുമോ എന്നുള്ളത് തന്നെ ഒരു ഡൗട്ട് കൂടിയാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ബുക്ക് ബാക്കിത്തെ ക്വസ്റ്റ്യൻസ് മാക്സിമം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാം എഴുതാൻ പോകാനായിട്ടൊന്ന് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾ നോക്കേണ്ടത് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് നോക്കുക, അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കുക, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുക. ദെൻ അതേപോലെ തന്നെ അതിന്റെ ടൈപ്സ് പറയുന്നുണ്ട്. ദെൻ ഇതിൽ പറയുന്നതാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ദെൻ അതേപോലെ തന്നെ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് UTI യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളത് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുക, അതിന്റെ ഫംഗ്ഷൻസ് നോക്കുക. ഇത് തനിച്ച് തന്നെ എക്സാമിന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ ആൻഡ് ദ റോൾ ഓഫ് UTI എന്നുള്ളത് അതും നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിൽ നോക്കേണ്ടതായിട്ട് വരുന്നതാണ് അസറ്റ്സ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ മേജർ മ്യൂച്വൽ ഫണ്ട്സ് കമ്പനീസ് ഇൻ ഇന്ത്യ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഒരു കുറച്ച് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഒരു 5 എണ്ണം നോക്കി വെക്കാം. ഓക്കെ, ലൈക്ക് HDFC മ്യൂച്വൽ ഫണ്ട്സ്, അത് നിങ്ങൾക്ക് നോക്കി വെക്കാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്സ്, ദെൻ അതേപോലെ തന്നെ ബിർള സൺ ലൈഫ് മ്യൂച്വൽ ഫണ്ട്സ്, ദെൻ കൊറ്റാക് മഹീന്ദ്ര മ്യൂച്വൽ ഫണ്ട്സ് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്നതാണ് മ്യൂച്വൽ ഫണ്ട്സ്. അതായത് മ്യൂച്വൽ ഫണ്ട്സിൽ സെബിയുടെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, ആ ഗൈഡ് ലൈൻസ് നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് പെൻഷൻ ഫണ്ട് എന്ന് പറയുന്നത്. പെൻഷൻ ഫണ്ട് എന്താണ്, അതിന്റെ ഡെഫിനേഷൻ നോക്കുക. ഓക്കെ, പെൻഷൻ ഫണ്ടും അതിന്റെ ഡെഫിനേഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ ഇതിൽ നോക്കുക. ദെൻ നെക്സ്റ്റ് നിങ്ങൾ ഇതിൽ നോക്കേണ്ടത് പ്രാൻ, അതായത് PRAN പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. അതേപോലെ തന്നെ PFRDA പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ്, അതെന്താണ്, അതിന്റെ ഫംഗ്ഷൻസ് നോക്കുക. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമുക്ക് പ്രോവിഡന്റ് ഫണ്ട് വരുന്നുണ്ട്. പ്രോവിഡന്റ് ഫണ്ട് ടൈപ്സ് പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ. സ്റ്റാറ്റ്യൂട്ടറി, അതേപോലെ തന്നെ റിക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ്, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടൊക്കെ, അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻഷുറൻസ് കമ്പനീസ് ആണ്. ഇൻഷുറൻസ് കമ്പനീസിലെ ഇൻഷുറൻസ് കമ്പനീസ് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ദെൻ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പറയുന്നുണ്ട്, അതിൽ ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസ് ആണ്. ദെൻ അതിൽ തന്നെ നമുക്ക് വരുന്നതാണ് മറൈൻ ഇൻഷുറൻസ്, ഫയർ ഇൻഷുറൻസ് ഒക്കെ, ഇതൊക്കെ എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് തനിച്ച് ചോദിക്കുന്നുണ്ട്, അതായത് ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് തനിച്ച് ചോദിക്കുന്നുണ്ട്, അല്ലാതെ തന്നെ മറൈൻ ഇൻഷുറൻസ് എന്താണ്, ഫയർ ഇൻഷുറൻസ് എന്താണ് എന്നുള്ളത് 2 വെയിറ്റേജിനും ചോദിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് വരുന്നതാണ് IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. IRDA എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുക, അതിന്റെ ഡ്യൂട്ടീസ്, പവർ ആൻഡ് ഫംഗ്ഷൻസ് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യ എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുക. ഓക്കെ,
ദെൻ ഇതിൽ വരുന്നതാണ് എക്വാറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ്, അതേപോലെ തന്നെ ഫയർ ഇൻഷുറൻസ്, നോൺ ലൈഫ് ഇൻഷുറൻസ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോകും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് 4th മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.